നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു രക്ഷകർത്താക്കളും ഏറ്റവും കൂടുതൽ കുട്ടികളും ആവശ്യപ്പെട്ടൊരു വീഡിയോ, അതായത് ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. സ്കിപ്പ് ചെയ്യരുത്, പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കാം. പക്ഷേ ഇത് വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഒരുപാട് മുതൽക്കൂട്ടാവുന്ന വീഡിയോ ആണ്. മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇത് ഏത് കുട്ടിക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു നല്ല കോളേജ് ഇപ്പോൾ എല്ലാവരും, ഒരുപാട് പേരും നമ്മുടെ ചേട്ടന്മാർ പഠിച്ചു, ചേച്ചിമാർ പഠിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഒരുപാട് വ്യത്യാസങ്ങൾ ഓരോ കൊല്ലവും ഓരോ കാലഘട്ടത്തിലും വ്യത്യാസം വരുന്നുണ്ട്. അതിനനുസരിച്ച് കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും ഒക്കെ നിലവാരങ്ങൾ മാറുന്നുണ്ട്. ഇത് മാറുന്നതിനനുസരിച്ച് നമ്മളും എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ മുമ്പിൽ തുറന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം മെറ്റയുണ്ട്, ഗൂഗിളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പണ്ട് അങ്ങനല്ല. അത് മാക്സിമം ഉപയോഗിച്ച് വേണം നിങ്ങൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടൂൾ ആക്കണം. അത് കാരണം ഞാൻ പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഫെസിലിറ്റീസാണ്. ഒരു കോളേജ് ഇപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നല്ല രസമായിട്ടൊരു കോളേജ് കാണും. പക്ഷെ ആ കോളേജ് കാണുമ്പം അടിപൊളിയാണ് ഗൂഗിളിൽ. എന്തായാലും അവർ ചിലപ്പം ഒരു പക്ഷേ ആ കോളേജിൻ്റെ ഒക്കെ റെഡിയാക്കി വെക്കുന്ന വർക്കുകൾ, ഫോട്ടോഷോപ്പൊക്കെ ചെയ്തേക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആക്കി വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ കാണും. ആ ഫോട്ടോസൊക്കെ ആയിരിക്കും നമ്മൾ കണ്ട് അതിശയിപ്പിക്കുന്ന ലേഔട്ട്, നല്ല രസമായിട്ട് മൈതാനങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളി നമ്മൾ വിചാരിക്കും. നമുക്ക് ഒരു കോളേജിൽ ഫെസിലിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒന്ന് കോളേജിൽ പോയാൽ ഏറ്റവും നല്ലത്. മാതാപിതാക്കൾക്ക് ചിലപ്പം പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരെയും കൊണ്ട് ഉറപ്പായിട്ടും കോളേജിൽ പോയിട്ട് കോളേജിലെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്, ഇപ്പം ബിടെക് ആണെങ്കിൽ ബിടെക്കിന് മെഷീനറീസ് ഒക്കെ ഉള്ള കോളേജാണോ, അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ് ഉള്ള കോളേജാണോ, നേഴ്സിംഗ് ആണെങ്കിൽ നേഴ്സിങ്ങിന് വേണ്ട ഫെസിലിറ്റീസ് ആ കോളേജ് ചെല്ലുമ്പോൾ അറിയാം. അതിനപ്പുറത്തേക്ക് വേറൊരു ചോയ്സ് ഇല്ലല്ലോ. ഇപ്പം ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നമ്മൾ മാക്സിമം അല്ലാതുള്ള സെർച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞുള്ള ഇന്റർനെറ്റ്, കാരണം അവിടെ പോയി അന്വേഷിച്ചിട്ട് വരുന്ന എല്ലാവരെയും കൊണ്ടും നടക്കത്തില്ല. പക്ഷെ ഇന്ത്യയിൽ ഏത് കോളേജിലാണെങ്കിലും നമ്മൾ 3, 4, 5 കൊല്ലമൊക്കെ പഠിക്കേണ്ട കോളേജാണ്. പെട്ടുപോകരുത്. അവിടെ ചെന്ന് എല്ലാത്തിനും ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സാണ്, അതിനുവേണ്ടി ഫെസിലിറ്റീസ് ഉള്ള കോളേജാണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ ആ കോളേജിൽ ചെന്ന് ഇതൊന്നും ഇല്ലാത്ത പക്ഷം നമ്മൾ പെട്ടുപോയി. പിന്നെ നമ്മുടെ വർഷങ്ങളും പോയി ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊരു അറിവുകളില്ല. കാരണം ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതും പഠിക്കേണ്ടതുമാണ്. ഫെസിലിറ്റീസ് നിങ്ങൾ ഉറപ്പ് വരുത്തിയിരിക്കണം. കോളേജുകളിൽ ചെന്ന് ഉറപ്പ് വരുത്താമെങ്കിൽ അത്രയും നല്ലത്. നമ്പർ 1 അതാണ് ഫെസിലിറ്റീസ്. 2 അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരമുള്ള കോളേജാണോ? ഇപ്പോൾ ഒരുപാട് കോളേജ് പൊട്ടിമുളയ്ക്കുന്നുണ്ട്. ഒരുപാട് കേരളത്തിന് പുറത്തും ഒക്കെ ഒരുപാട് കോളേജുണ്ട്. ഇതിനൊക്കെ ഏതൊക്കെ കോളേജിന് അംഗീകാരമുണ്ട്? എൻ്റെ ചേട്ടൻ പഠിച്ചത് ഇന്ന കോളേജാണ്, അവിടെ അംഗീകാരമുണ്ട്. പക്ഷേ അംഗീകാരത്തിൻ്റെ ഇതിനകത്തൊക്കെ മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റി വരെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. ചില കോഴ്സുകൾക്ക് ചിലപ്പോൾ അംഗീകാരം കാണുമെന്നില്ല. ഇപ്പം പുത്തനായിട്ട് ഇപ്പം ഉദാഹരണം സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ്, ഇതൊക്കെ ഈ കോളേജിലുണ്ട്. പക്ഷെ ഈ കോളേജിൽ നിന്നും UGC അംഗീകാരം ചിലപ്പോൾ കാണണമെന്നില്ല. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, UGCയുടെ സൈറ്റിൽ സെർച്ച് ചെയ്യാം. ഇതിനൊക്കെ അംഗീകാരം ഉണ്ടോ എന്ന് തിരക്കാം. ഇനി നമുക്ക് സീനിയറായിട്ട് പഠിച്ച കുട്ടികളോട് തിരക്കാം, അവിടെ പോയി തിരക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് തിരക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അംഗീകാരമുള്ള കോളേജ്. കാരണം നമ്മൾ ഒരുപാട് രക്ഷകർത്താക്കളുടെ കുട്ടികളുടെയും പരാതി കേട്ടിട്ടുണ്ട്. സാറേ ഞങ്ങൾ 4 കൊല്ലം അവിടെ പഠിച്ചു, ഗംഭീരമായിട്ട് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടുത്തെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല എന്ന് പറയുമ്പം ആ കുട്ടിയുടെ ആ 4 വർഷം അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെ പോയില്ലേ? ഇത്രയും സാമ്പത്തികം പോയി, കഷ്ടപ്പാട് പോയി, അതെല്ലാം പോയി. നല്ല അംഗീകാരമുള്ള കോളേജിൽ മാത്രം UGCയുടെ പ്രത്യേകിച്ചും നിങ്ങൾ വളരെ സൈറ്റിലും ഒക്കെ നോക്കുക. ഞാൻ പറയുന്നത് എല്ലാ രീതിയിലും നിങ്ങളുടെ അന്വേഷണങ്ങൾ അവിടെ ഊർജ്ജസ്വലിതമാക്കണം. അല്ല വല്ലവരും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചാടി വീഴേണ്ടതല്ല. നമ്മുടെ ഭാവി നമ്മളാണ് നോക്കേണ്ടത്. അതിന് അസാധാരണ ബുദ്ധിയുള്ള കുട്ടികൾ തന്നെയാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾ അതെല്ലാ രീതിയിലും അത് നോക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. കോളേജിൻ്റെ അംഗീകാരം മാത്രമല്ല, കോഴ്സുകളുടെ അംഗീകാരവും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം.
3, ഇക്കാലത്ത് പഠിച്ചിട്ട് എന്തെടുക്കാനാ സാറേ എന്ന് ചോദിക്കുന്നവർക്ക് മുമ്പിൽ പഠിച്ചിട്ട് കാര്യമുണ്ട്. കാരണം പഠിച്ചിട്ട് ചുമ്മാതൊരു കോളേജിൽ നിന്ന് പഠിക്കുമല്ല, ആ കോളേജിൽ പ്ലേസ്മെന്റ്. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമ്മൾ പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, ജോലി വേണം. പ്ലേസ്മെന്റ് കൃത്യമായും കൊടുക്കുന്ന, എല്ലാ വർഷവും കൃത്യമായി പ്ലേസ്മെന്റ് ഉള്ള കോളേജുകളാണോ, ആ കോളേജിൽ പോയി അത് പ്ലേസ്മെന്റ് അന്വേഷിക്കുന്ന നിങ്ങളുടെ സീനിയേഴ്സിൻ്റെയും സൂപ്പർ സീനിയേഴ്സിൻ്റെയും ഒക്കെ വെച്ച് നമുക്കറിയാൻ പറ്റും, ആ കോളേജിനെ കുറിച്ച് അറിയാൻ പറ്റും. പ്ലേസ്മെന്റ് ഉള്ള കോളേജാണ്. നമ്മളെടുത്തേക്കുന്ന കോഴ്സിനും അത് ശ്രദ്ധിച്ചോണം. നമ്മളെടുത്തേക്കുന്നത് അത് CS ചിലപ്പം എല്ലായിടത്തും ഇൻഫോസിസ് പോലെ, ടെക് മഹീന്ദ്ര പോലെ, TCS പോലെ, വിപ്രോ പോലെ ഒരുപാട് ചിലപ്പം CS കാണുമായിരിക്കും എല്ലാ കോളേജിലും. ബാക്കി നിങ്ങളെടുക്കുന്ന കോഴ്സുകൾക്ക് അവിടെ പ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പ്ലേസ്മെന്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേസ്മെന്റ് ഉള്ള കോളേജ് ആണെങ്കിൽ എന്താണ് ഗുണം? നിങ്ങൾ പഠിക്കുന്നു, ഒരു ഇപ്പം ബിടെക് ആണെങ്കിൽ 7ാമത്തെ സെമസ്റ്ററോ 8ാമത്തെ സെമസ്റ്ററോ നിങ്ങൾ പ്ലേസ്മെന്റ് ആകുന്നു, നേരെ നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. നോ ടെൻഷൻ. അതാണ് ഈ 3 കാര്യങ്ങൾ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും, 10-15 കാര്യങ്ങൾ പറയാൻ കാണും. പക്ഷെ ഈ 3 കാര്യങ്ങൾ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു കോളേജുകളിൽ പഠിപ്പിച്ച അധ്യാപകനാണ്. അന്നേരം നിങ്ങൾ ആദ്യം ഫെസിലിറ്റീസ് അംഗീകാരം, UGCയുടെ അംഗീകാരം, അത് വളരെ കോഴ്സിനും അംഗീകാരമുണ്ട്, കോളേജിന് അംഗീകാരമുണ്ടെന്ന് തിരക്കണം. പ്ലേസ്മെന്റ്, ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റ്. 4ാമത് ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യം, ഇതുമായിട്ട് ബന്ധമാണ് എന്നാൽ പോലും, അഡ്മിഷൻ ഗൈഡൻസുമായിട്ട് ഒരുപാട് പേര് നിങ്ങളെ സമീപിക്കും. അത് തെറ്റൊന്നുമല്ല. കാരണം എല്ലാവർക്കും ഇപ്പോൾ കോളേജിൽ ഒരു കോഴ്സ് നടത്തുന്നത് ബിസിനസ്സാണ്, ബിസിനസ് കൂടാണ്. അല്ലാതെ ഇന്ത്യയിലെ കോളേജും അല്ലെങ്കിൽ ലോകത്തിലെ കോളേജ് എല്ലാം ഫ്രീ ആയിട്ടല്ലല്ലോ പഠിപ്പിക്കുന്നത്. എല്ലാം ബിസിനസ്സാണ്. അതിനകത്ത് എല്ലാം ബിസിനസ് ഉണ്ട്. സാമ്പത്തികം മേടിച്ചിട്ട് തന്നെയാണ് മെറിറ്റ് അടിസ്ഥാനത്തിൽ നടത്തുന്നതൊക്കെ. വളരെ കുറവ് മാത്രമേ ഉള്ളൂ, പേരിന് മാത്രം, നാമധേയമായി മാത്രമേ ഉള്ളൂ. അഡ്മിഷൻ ഗൈഡൻസ് എന്ന് പറയുന്നത് നിങ്ങളെ സമീപിക്കുമ്പം ഉറപ്പായിട്ട് അവർ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ സംസാരിപ്പിച്ച് അവർ വീട്ടിൽ കഴിവുള്ളവരായിരിക്കും ഉറപ്പായിട്ട്. അതിലും തെറ്റൊന്നുമില്ല. കാരണം അത് അവരുടെ ജോലിയാണ്. ഇപ്പം ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ആർക്കായാലും അങ്ങനെ ചാതുര്യങ്ങൾ വേണം. പക്ഷേ അവർ പറയുന്നത് മൊത്തത്തിൽ നിങ്ങൾ വിഴുങ്ങുന്നതിന് അവരിൽ പറയുന്നതെല്ലാം കേട്ടിട്ട്, ഇപ്പം ചിലപ്പം അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇതിനെക്കുറിച്ചൊന്നും അധികം അറിയത്തില്ലായിരിക്കും. പ്രസന്റ് കോഴ്സുകളെ കുറിച്ചൊന്നും അറിയത്തില്ല. നിങ്ങളിപ്പോൾ AI എന്നോ ഡേറ്റാ സയൻസ് എന്നോ സൈബർ സെക്യൂരിറ്റി എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ വീഴും ഇപ്പോഴത്തെ പിള്ളേർ. അവർക്കത് വ്യക്തമായിട്ട് അറിയാം. ഇതെല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി കോളേജാണ്, നമുക്ക് അടിച്ച് പൊളിക്കാം എന്നൊക്കെ പറയുമ്പം നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ കണ്ണീര്, കഷ്ടപ്പാടിൻ്റെ കണ്ണീര് ഒപ്പുന്ന പൈസയാണ് എന്ന് വിചാരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ. ഇത് ഈ പറയുന്നത് കേട്ട് നമ്മുടെ ഒരു സ്വന്തം അനാലിസിസ് നമുക്ക് വേണം. എന്നിട്ടേ നമ്മളത് ആ കോളേജിൽ ചേരാവുള്ളൂ. അതും ഇതുപോലെ നമ്മൾ കോളേജൊക്കെ പോയി കണ്ട് കൃത്യമായി നമ്മളെല്ലാം ചെയ്തതിനു ശേഷം മാത്രമേ. കാരണം നമ്മുടെ പൈസയാണ്. നമ്മുടെ പൈസ പോയി കഴിഞ്ഞാൽ ആരും ഒന്നും തരൂല്ല. അന്നേരം നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ തീരുന്നതിന് മുമ്പേ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, അപ്പം നമ്മൾ ഒരുപാട് ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ ഒരുപാട് അധികം നമുക്ക് പറ്റുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള എനിക്ക് പറ്റാവുന്ന കോളേജ് വിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കോളേജിൽ പോയി കോളേജിൻ്റെ ഫോട്ടോ കണ്ടല്ല, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട്, ടോപ്പായിട്ടുള്ള കോളേജസിനെ ഒന്ന് വിസിറ്റ് നടത്തണം ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം മുതൽ അതിൻ്റെ സെക്ഷൻസ് കാണും. അത് ഈ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ രീതിയിൽ അന്വേഷിക്കുക. നിങ്ങൾ അത് കറക്റ്റാണോ? ഞാൻ എൻ്റെ മാക്സിമം അന്വേഷിച്ചിട്ടായിരിക്കും ഒരു കോളേജിൽ പോകുന്നത്. അത് കുട്ടികൾക്ക്, കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ, കേരളത്തിനകത്തും പുറത്തുള്ള കോളേജിനെ കുറിച്ച് ചെയ്യുമ്പം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാത്ത ഗംഭീര കോളേജുകൾ കാണും. അന്നേരം അങ്ങനെയുള്ള കോളേജിനെ കുറിച്ചുള്ളൊരു ഇനി അങ്ങോട്ടുള്ളൊരു വിസിറ്റ് കാണും. അതിലത് നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്ക് പലതരം കോഴ്സുകളെ കുറിച്ച്, നിങ്ങൾ ഏതൊക്കെ കോഴ്സുകളെ കുറിച്ചെന്നുള്ളത് കൃത്യമായിട്ട് എടുക്കുക, ഏതൊക്കെ കോളേജസ് എന്നൊക്കെയുള്ള പറയാം. മാക്സിമം കോളേജ്, നമുക്ക് എല്ലാ ദിവസവും എല്ലാ കോളേജിൽ പോകാനുള്ള സമയം എനിക്കും ഇല്ല. പക്ഷെ ഉള്ള കോളേജസ് നമുക്ക് മാക്സിമം നോക്കാം. നല്ല കോളേജസിൽ കുട്ടികൾ പഠിക്കട്ടെ, നല്ലതുപോലെ പഠിച്ച് പ്ലേസ്മെൻറ്റോടുകൂടി അവിടെ നിന്ന് ഇറങ്ങാൻ സാധിക്കട്ടെ എന്നാണ് നമ്മൾ ഒരു അധ്യാപകം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നത്. അന്നേരം ഇനിയും തുടരും. ഇപ്പം തുടരും ഹിറ്റായതുകൊണ്ട് ഇങ്ങനൊരു വാക്കുകൾക്ക് വളരെ ഇനിയും തുടരും. അന്നേരം നമ്മുടെ ക്യാമ്പസ് വിസിറ്റ് അടുത്ത് തന്നെ എപ്പിസോഡിൽ നമുക്ക് ക്യാമ്പസ് വിസിറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാം. നെവർ എവർ ഗിവ് അപ്പ്.